തീരെ വെക്കാം. എന്നാലും വീശിക്കൊണ്ടിരിക്കും, അത് വല കയറും. ഹായ് വെച്ചാൽ എല്ലാവർക്കും ചൂണ്ടക്കാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു വല വീശുന്ന വീഡിയോയാണ് കേട്ടോ. നമ്മളെ കഴിഞ്ഞ ദിവസമല്ല, ഈ വെള്ളത്തിന് മഴയ്ക്ക് നല്ല വെള്ളം വന്നില്ല, അന്നേരം നമ്മൾ തോട്ടിൽ നിന്ന് നമ്മൾ വല വീശി കുറച്ച് മീൻ പിടിച്ചായിരുന്നു കേട്ടോ. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഇടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ വല വെച്ച് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടാണ്. അതുകൊണ്ട് ഇപ്പം മഴയൊക്കെ മാറി കണ്ടമാനം പിന്നെ വേനലാണ്, വെള്ളമൊക്കെ നമ്മുടെ ആറ്റിലെ തോട്ടിലെ എല്ലാം വെള്ളം കണ്ടമാനം വറ്റി കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. മുഴുവൻ വെള്ളം വറ്റി അടിയിലെ ചേറൊക്കെ മുഴുവൻ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തോടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ആ മഴക്കാല വീഡിയോയിലോട്ട് ഒന്നുകൂടെ പോയിട്ട് വരാം. നമ്മുടെ പതിവ് പോലെ നമ്മളിത് ഈ ചെറിയ തോട്ടിലാണ് നമ്മൾ വീശാൻ പോകുന്നത് കേട്ടോ. രാവിലോട്ട് മഴയെന്ന് വെച്ചാൽ തീപ്പൊരി മഴയായിരുന്നു. നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേക്കും കുറേ പുല്ലൻ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ടായിരുന്നു. അന്നേരം നമുക്ക് കണ്ട് വീശായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ മഴയെല്ലാം പെയ്യുന്ന വെള്ളം കുറച്ച് കലങ്ങി, നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് വീശി നോക്കാം, എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഉണ്ടോ നമ്മുടെ തോട് ഒരു മഴയായിരുന്നുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടുണ്ടോ, നല്ല ചെറിയൊരു ഒഴുക്കും വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ തോട്ടിൽ കിടക്കുന്ന മീൻ പുല്ലനൊക്കെ ഈ ചെറിയ തോട്ടിലോട്ട് ഇടിച്ച് കയറിയത്. ഉണ്ടല്ലേ? ഫസ്റ്റ് വല വീശി നോക്കാം കേട്ടോ, എന്തായാലും കിട്ടുമോന്നറിയാം. ഫസ്റ്റ് വല കൽക്കട്ടയില. രാവിലെ ആയിരുന്നു മീനെ കണ്ടോണ്ട് വീശായിരുന്നു. പുല്ലൻ കയറി കിടപ്പുണ്ടായിരുന്നു. പുല്ലൻ ഇഷ്ടംപോലെ ഇടിച്ച് കയറുന്നുണ്ടായിരുന്നു. ഇല്ലെന്ന് തോന്നുന്നു ചാടിയാൻ. കമ്പെടുത്ത കമ്പനി പോണോ? ഇല്ലേ പോണോ? പോണോ? കൽക്കട്ടയിൽ തുമ്പായിരുന്നു. ആ തുമ്പത്തില്ല, ഇല്ല ഒന്നുമില്ല. ആ വയമ്പുണ്ട്. ആ കൊള്ളാലോ. നമ്മൾ പുല്ലനെ വീശി നമുക്ക് വയമ്പ് കിട്ടി കേട്ടോ. കുറച്ച് വയമ്പുണ്ട്, അത് കൊള്ളാം. ആണ്ടതേ പോകുന്നു. അമ്മേ ഇത് അടുത്ത ദിവസം വൻ പരിപാടിയായിട്ട് വരികയല്ല. കുറച്ച് വയമ്പ്. വയമ്പെടുത്ത് ഉണ്ടോ? സൂപ്പർ വയമ്പാട്ടോ, വറക്കാം, തീരെ വെക്കാം, സാൽമണ പോലെ. ഇതുണ്ടോ പെയ്ത്തോളാട്ടോ. ആറ്റിൽ നിന്ന് വെള്ളം കയറിയാലും മുറ്റത്ത് സമയമാകുമ്പോൾ എവിടുന്നേലും വെള്ളം വരും. പെയ്ത്ത് വെള്ളം കയറി മുറ്റം മുഴുവൻ വെള്ളമായി. നോക്കി ഉണ്ടോ, ആറ്റി അത്രയും വെള്ളമില്ല. എന്തോ വയമ്പാണോ വിറപ്പനാണോ? വയമ്പാ അല്ലേ? കുറച്ച് വയമ്പ്. കേറിയണേ ആവശ്യമില്ല പോകുന്നു. വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് വയമ്പുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് വയമ്പ്. അത് കണ്ടോ, എങ്ങാണ്ട് ഇടത്തോട്ടിലൊക്കെ കിടന്ന ചപ്പും ചവറൊക്കെ തള്ളി വിടുന്നുണ്ട്. നോക്കിയേ, ഒഴുകി പോകുന്നുണ്ട്.
കൽക്കത്തെ മുകളിലാണ് മുകളിലാണോ തോന്നുന്നു. ആ അതെ വെളി കിടക്കുക. ഇറങ്ങിയിട്ടും കാര്യമില്ല, താഴെ ഇറങ്ങണം. അല്ല അല്ലല്ല അല്ലല്ല ഒരു കുറുവാപ്പറില് നല്ല കുറുവാപ്പറല്ല കേട്ടോ. നോക്കി അടിപൊളി എന്താ നോക്കിയാ നല്ല അടിപൊളി കുറുവാപ്പറില്. അത് കൊള്ളായിരുന്നു. ചോണത്തെ കയറിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അവിടെ കൊണ്ടോ? ഇല്ല. ചോണ അവിടെ കൊണ്ടോടാ. വയമ്പുണ്ട്, വയമ്പ്. നിങ്ങൾ പൊക്കിക്കേ. വയമ്പുണ്ട് കേട്ടോ, വയമ്പ്. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിയിട്ട് അവസാനം നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്നു കേട്ടോ. ഈ ഒരു ഇട്ടാവട്ടത്തിൽ തന്നെയാണ് നമ്മൾ വീശിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ തോടാണ്, വലിയ വലിയ വട്ടത്തിൽ വരിക്കാൻ മാത്രമുള്ള ഇടയൊന്നുമില്ല. കണ്ടോ? ഒരു പുല്ലുണ്ട്. പുല്ലൻ കുഞ്ഞാണോ? കരിമീൻ പിള്ളത്തി. ഓ, ഒരു കരിമീൻ പിള്ളത്തി. ആ കൊള്ളാം, കൊള്ളാം കേട്ടോ. ആണോ? അടിപൊളി കരിമീൻ പിള്ളത്തി കിട്ടോ. മീനുണ്ടോ അതിനകത്ത്? ഒഴുക്കിനനുസരിച്ച് വലയ്ക്കും കൂടെ താഴാൻ പറ്റുന്നില്ല. മണിഭാരം കുറവാട്ടോ. ഓ, ചാടിയനെ പുല്ലനുണ്ടായിരുന്നെങ്കിൽ. ആ കുറുവ പുല്ലൻ, ഒരു പുല്ലൻ. രണ്ട് പുല്ലനോ? നമ്മള് പുല്ലനെ ഉന്നം വെച്ച് വീശാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 5-6 വീശി കഴിഞ്ഞു. അവിടെ ഇപ്പഴാ 2 പുല്ലൻ വന്നേ. കൊള്ളാം കണ്ടോ? 2 പുല്ലൻ കണ്ടോ? പുല്ലൻ കിട്ടോ. കല്ല് ഉച്ചയാൻ വന്നായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് പുല്ലനെ കിട്ടിയത്. ഇത് കണ്ടോ മച്ചന്മാരെ, ഇത് ആരാന്റെ കുഞ്ഞാ കേട്ടോ. ഉണ്ടോ? കുഞ്ഞാരൻ വിട്ടടാ. പിന്നെ നമുക്ക് തിരിച്ചു വിട്ടേക്കാം, പോയി വലുതാവട്ടെ. കറക്റ്റ് കുഞ്ഞ പാമ്പ് കിടക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. വിടാ. പോയി പോട്ടെ, അവൻ പോയി. അതെ, നമ്മളവിടെ പരിപാടി നടത്തിയിട്ട് നമുക്ക് ഇത്ര മീനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വയമ്പനെ കിട്ടുന്നുണ്ട് കണ്ടോ. അതെ, നമുക്ക് കിട്ടിയിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിലൊരു കുറുവ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതുപോലത്തെ 2 പുല്ല്, പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്നുണ്ട് കേട്ടോ. കിട്ടിലും കരിമീൻ വെള്ളത്തിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ഏതൊരു സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെയാണ് നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഓരോ പ്രചോദനം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ കാണാം എന്ന് വിശ്വാസത്തോടെ
ബൈ ബൈ.